Good afternoon. Good afternoon, Good ma'am. afternoon, ma'am. Good afternoon, ma'am. ഞാൻ നമ്മൾ പറഞ്ഞത് നീഡ്സിലെ കുറച്ച് പോർഷൻസ് എടുക്കാന്നാ പറഞ്ഞത്. എല്ലാവരും ഒന്ന് ഫ്രഷ് അപ്പ് ഒക്കെ ആയിട്ട് വന്നോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പോ നീഡ്സ് പേജ് നമ്പർ 69. ഇതില് അഫെക്ഷൻ മാത്രമല്ലേ നമ്മൾ പറഞ്ഞോളൂ. അഫെക്ഷൻ വേണ്ടെടുത്തോ? ആങ്കർ വരെ ആയി തോന്നുന്നുണ്ട് അല്ലെ? ആങ്കർ എടുത്തിട്ടില്ല. ഹ്യൂമർ ആണ്. ഹ്യൂമർ ആൻഡ് ലാഫ്റ്റർ. ഹ്യൂമർ മുതൽ എടുക്കണം. ഫിയർ ചിക്കു പറഞ്ഞാട്. ഹ്യൂമർ ആൻഡ് ലാഫ്റ്റർ ഇനി എടുക്കാനുള്ള മാം. അവിടെ തൊട്ട് നമ്മള് റോൾ ഓഫ് ഇമോഷൻസ് ആങ്കർ തുടങ്ങി എടുക്കാനുള്ളത്. അങ്ങനെ എത്ര ഓർമ്മ ആങ്കർ മുതലാണ്. കുഴപ്പമില്ല, ഫിയർ കഴിഞ്ഞു. ഫോബിയാസിനെ കുറിച്ചൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമ്മള് ആങ്കർ നമ്മുടെ കൂട്ടത്തിൽ ആരെ പെട്ടത് ദേഷ്യപ്പെടുന്ന ആള്? ഓക്കെ, എല്ലാവരും ദേഷ്യം ഒരാൾക്കുള്ളൂ എന്ന് വിചാരിച്ച് സമാധാനിച്ചിരിക്കുന്നു. കുട്ടികളോട് ദേഷ്യം കാണിക്കാറുണ്ടോ? ഉണ്ട്. അത് ശരിയല്ല കേട്ടാ. കാരണം കുട്ടികളോട് നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടുമ്പോ അവർക്കത് ഇമോഷണലി അത് ഭയങ്കരമായിട്ട് വിഷമം വരാനുള്ള ചാൻസ്. നമ്മൾ മാക്സിമം ആങ്കർ നമ്മൾ ഉള്ളിൽ ഒതുക്കാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ ദേഷ്യം വന്നു കഴിഞ്ഞാലും അത് നമ്മളൊന്ന് കുട്ടീനോട് പ്രകടിപ്പിക്കുമ്പോൾ അതിന്റെ ഒരു തോത് കുറച്ചിരിക്കാൻ നോക്കുക. പക്ഷെ പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കണം. പക്ഷെ ദേഷ്യത്തോട് ഭയങ്കര ദേഷ്യത്തോട് പെരുമാറാൻ പാടില്ല. ഓക്കെ, എന്ത് പറഞ്ഞാലും പെട്ടെന്ന് ദേഷ്യപ്പെടുകയാണെങ്കിൽ അത് കുട്ടികളെ ബാഡ് ആയിട്ടായിരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നത്. സോ ആങ്കർ എന്ന് പറയുന്ന ഒരു ഇമോഷൻ എല്ലാവരിലും ഉള്ളതാണ്. ഏറ്റവും ബാഡ് ആയിട്ടുള്ള ഇമോഷനാണ് ആങ്കർ. തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ ഏറ്റവും ബാഡ് ആയിട്ടുള്ള ഇമോഷൻ ഏതാണ്? ആങ്കർ ആണോ? ദേഷ്യമാണോ? ആവശ്യമുള്ളിടത്ത് മാത്രമേ ദേഷ്യപ്പെടാറുള്ളൂ. ഓക്കെ, നമുക്ക് അതിന് സ്വാതന്ത്ര്യം വേണോ അല്ലെ? ദേഷ്യപ്പെടാനും അതിനൊരു സ്വാതന്ത്ര്യം വേണം. അങ്ങനെയാണോ? വെറുതെ ദേഷ്യപ്പെടാറില്ല. വിത്തൗട്ട് റീസൺ നോ ആങ്കർ. നമ്മൾ ദേഷ്യപ്പെടുമ്പോ അത് ഒന്ന് നമ്മളെ കൺട്രോൾ ചെയ്യണം. കാരണം ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. ചില ദേഷ്യം വരുമ്പോ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു. അങ്ങനെയൊക്കെ വരുമ്പോ നമുക്കത് ഭയങ്കര ബാഡ്ലി നമ്മളത് എഫക്ട് ചെയ്യും അല്ലെ? അപ്പോ ആങ്കർ എന്ന് പറയുന്ന ഇമോഷൻ എവറിഡേ ലൈഫിൽ നമുക്ക് ഡിഫറെന്റ് സിറ്റുവേഷൻസിൽ വരും. ആങ്കറിന് ഒരു കാരണമില്ല. നമുക്ക് ദേഷ്യം വരാനായിട്ട് ഒരു കാരണം വേണ്ട. വെറുതെ ദേഷ്യം വരും. സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് പീരീഡ്സിന്റെ ഒക്കെ സമയത്ത് നമുക്ക് ആവശ്യമില്ലാതെ ദേഷ്യം വരും. ആണോ? കുട്ടികൾക്ക് എപ്പോഴൊക്കെ ആങ്കർ വരുന്നത് എല്ലാവർക്കും ഉണ്ട്. കുട്ടികൾക്ക് എപ്പോഴൊക്കെ ആങ്കർ വരുന്നത്, ദേഷ്യം വരുന്നത്? കുട്ടി പറഞ്ഞ കാര്യം ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാതെ വരുമ്പോ, അവന് അവന്റെ കഴിവിന് പറ്റുന്നതിനേക്കാൾ കൂടുതൽ ടാസ്കുകൾ അസൈൻ ചെയ്യുമ്പോ, അൺഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ലെസൺ വരുമ്പോ, അവരുടെ ഹാബിറ്റില് ഇന്റർഫിയറൻസ് വരുമ്പോ, റിയൽ ഓർ ഇമാജിനറി ഫേവറിറ്റിസം. ഇപ്പൊ നമ്മൾ പാരന്റ്സ് തന്നെ ചെയ്യും അല്ലെ? എന്താണ്, എനിക്ക് ഇളയാളെ ഇഷ്ടം എന്ന് വിചാരിക്കും. അതായത് പെരുമാറ്റത്തിൽ നിന്ന് അവർക്ക് ദേഷ്യം വരും. പിന്നെ സെൽഫ് റെസ്പെക്ട് അറ്റാക്ക് ചെയ്യുമ്പോ, ചില കുട്ടികൾക്ക് ഫിസിക്കൽ ഇൽനെസ് ഉണ്ടെങ്കിൽ അസുഖങ്ങൾ വരുമ്പോ ദേഷ്യം വരും. പിന്നെ വിശപ്പ് വരുമ്പോ ദേഷ്യം വരുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ഇഷ്ടമല്ലാതെ ചെയ്യാൻ പറയുന്നത്. ഞാൻ അങ്ങനെ ഒരാളാണ്. ഞാൻ പറഞ്ഞോ നിങ്ങളുടെ വിശപ്പ് വരുമ്പോ എനിക്ക് ദേഷ്യം വരുമെന്ന് പറഞ്ഞോ? എന്റെ കൊച്ചുണ്ട്. വിശന്ന് കഴിഞ്ഞാൽ ആളെ പിടിച്ചാൽ കിട്ടില്ല. അങ്ങനെയാണോ? ഞാനും അതേട്ടാ. വിശന്ന് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ദേഷ്യം വരും. വിശത്തില്ലെങ്കിൽ ഞാൻ നല്ല കുട്ടിയാ. എന്റെ മോളും അങ്ങനെ തന്നെയാ. സെയിം. അവൾക്ക് വിശന്നാൽ അവളെയും പിടിച്ചാൽ കിട്ടില്ല. സോ ജീവന്റെ പ്രശ്നമായിരിക്കാം. അപ്പോ ആങ്കർ പല സിറ്റുവേഷനിൽ നമുക്ക് വരാറുണ്ട്. ദേഷ്യം പല രീതിയിൽ.
സോ നമ്മള് ഇപ്പൊ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ഒക്കെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നതെങ്കിൽ അത് ഇൻട്രസ്റ്റഡ് ആക്കുന്ന രീതിയിൽ ക്ലാസ് എടുക്കാനായിട്ട് ശ്രമിക്കണം. ജസ്റ്റ് ഞാൻ കാര്യം എക്സാമ്പിൾ ആയിട്ട് പറയാം. നീഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇതുവരെ നിങ്ങൾക്ക് ക്ലാസ് ബോർ അടിപ്പിച്ചിട്ടുണ്ടോ? ഈ ചാപ്റ്റർ ഇല്ല. പക്ഷേ ഇത് വെറുതെ നമ്മൾ ക്ലാസ് എടുക്കാണെന്ന് വിചാരിക്കും. ഞാൻ സാധാരണ ഒരു നോർമൽ രീതിയിൽ ആ ക്ലാസ് എടുത്ത് പോവാണെങ്കിൽ ഭയങ്കര ബോറായിരിക്കുള്ളൂ. ഭയങ്കരമായിട്ട് തിയറിറ്റിക്കലായിട്ട് ഒരുപാട് തിയറി എഴുതി വെച്ചിരിക്കാം. കുറച്ചുകൂടി കഴിയുമ്പോഴാണ് തോന്നുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ക്ലാസ് അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിന്റെയും പ്രത്യേകത അനുസരിച്ചിട്ടായിരിക്കും ടീച്ചേഴ്സ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ എന്നെ സംബന്ധിച്ച് നീഡ് എന്ന് പറയുന്നത് കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് ഇത്തിരി ടഫായിട്ടുള്ള ഒരു പോർഷൻ ആണ് ആ നീഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ ഇത്തിരി ടഫാണ്. സോ ഞാൻ ഈ ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് സെമിനാർ ലഭിക്കും. സോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതിന് മുമ്പ് കുട്ടികളൊക്കെ എല്ലാവർക്കും ഏകദേശം ഒരു ധാരണ ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് ധാരണ വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാം. ഞാൻ അങ്ങനെ നോട്ട് ചെയ്യാം. ചിലത് ഞാൻ എടുത്ത് തന്നിട്ട് സെമിനാർ കൊടുക്കാം, ചിലത് ഞാൻ എടുക്കുന്നതിന് മുമ്പ് സെമിനാർ വരും. അങ്ങനെ ഓരോ സബ്ജക്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ അങ്ങനെ തരാറുണ്ട്. ഇനിയിപ്പോ ഞാൻ ഇനി ഓരോ ചാപ്റ്റേഴ്സ് വരുമ്പോൾ ചില പോർഷൻസ് എടുത്തതിന് ശേഷം നിങ്ങളെ കൊണ്ട് സെമിനാർ എടുപ്പിക്കും. അത് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എങ്ങനെ ഇൻട്രസ്റ്റഡ് ആണോ മനസ്സിലായോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ കുട്ടികളുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് വേണം ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യാനായിട്ട്. അവരുടെ അറ്റൻഷൻ സ്പാൻ ഇവിടേക്ക് കൊണ്ടുവരണം. എന്നുവെച്ചാൽ കുട്ടികൾ ശ്രദ്ധിക്കണം. അപ്പോ അതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ നമ്മൾ ക്ലാസ് എടുക്കണം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഹെൽത്തി ഹാബിറ്റ്സ് ആണ് നമ്മൾ ക്ലാസ്സിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. ഹെൽത്തി ഹാബിറ്റ്സ് ആണ്. നമ്മൾ പറയാണ് ബാത്ത് എവറി ഡേ, ബ്രഷ് യുവർ ടീത്ത് ട്വൈസ് എ ഡേ, ഡ്രിങ്ക് എനഫ് വാട്ടർ, അങ്ങനെ കുറച്ച് ഹെൽത്തി ഹാബിറ്റ്സ് പറഞ്ഞു. അത് അവര് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും മറന്നു പോവില്ലേ? മറന്നുപോകും, സ്വാഭാവികം. പക്ഷേ ഞാൻ ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ചാണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ ഞാനൊരു ആക്ഷൻ സോങ്ങിലൂടെയൊക്കെയും പറഞ്ഞു കൊടുക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ആക്ഷൻ സോങ് ഉണ്ടല്ലോ, കോമൺ ആയിട്ട് എല്ലാവരും പറയുന്നത് early to rise, wish good morning, wish good night, for a good habit. So ആ ഒരു ആക്ഷൻ സോങ്ങിലൂടെയാണ് ഞാൻ ഹെൽത്തി ഹാബിറ്റ്സുകൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. വിചാരിക്കും കുട്ടികളുടെ മൈൻഡിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ആവില്ലേ? അവരതൊന്ന് പറയാനൊക്കെ ശ്രമിക്കില്ലേ? അപ്പൊ അവര് ഹെൽത്തി ഹാബിറ്റ്സും അവരുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ടീച്ചർ ആയിരിക്കുമ്പോഴും നമുക്ക് അതെങ്ങനെ ഈസി ആയിട്ട് കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളുടെ പോർഷൻസ് എങ്ങനെ ഈസി ആയിട്ട് കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ചാർട്ട് കാണിക്കാം, ഫ്ലാഷ് കാർഡ് കാണിക്കാം, ഹെൽത്തി ഹാബിറ്റ്സിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് രീതിയിൽ നമുക്കത് എന്ത് ചെയ്യാൻ പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഞാൻ ഈ ഒരു ആക്ഷൻ സോങ്ങിന്റെ ഒപ്പം നമ്മളത് പ്രസന്റിങ് കൂടി ചെയ്യാണ്. ഓരോന്നോരോന്ന് കാണിച്ച് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ അതും നല്ലതായിരിക്കും. അപ്പൊ കുട്ടികൾക്ക് ദേഷ്യം വരാത്ത രീതിയിൽ നമ്മൾ ക്ലാസ് എടുക്കാൻ ശ്രമിക്കാം. ദേഷ്യം വരാൻ തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ പറഞ്ഞാൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ? അല്ല, 2 ക്ലാസ് അടുപ്പിച്ച് കയറുമ്പോ നിങ്ങൾക്ക് ദേഷ്യം വരില്ലേ? ഇല്ല. ഓക്കെ, സമാധാനമുണ്ട്. അല്ല, നമുക്ക് അങ്ങനെയാണ് അല്ലെ. ഒരു കാര്യം പറയാം, രാവിലെ ഫസ്റ്റ് അവർ മാത്സ് സാർ വന്നു, ഓക്കെ. സെക്കൻഡ് അവർ മാത്സ് സാർ വന്നു, ഇന്റർവെല് കഴിഞ്ഞിട്ടും മാത്സ് സാർ വന്നു, അത് കഴിഞ്ഞിട്ടും പിന്നെ മാത്സ് സാർ വന്നു. ദേഷ്യം വരില്ലേ? വരൂലേ? ഇത്രേ ഉള്ളൂ. നമുക്ക് അങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ദേഷ്യം വരാനും ചാൻസ് ഉണ്ട്. അപ്പൊ കുട്ടികളെ സംബന്ധിച്ച് കുട്ടികൾക്ക് ദേഷ്യം വരാത്ത രീതിയിൽ വേണം നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ. ബ്രേക്കുകൾ കൊടുക്കണം, കുട്ടികൾക്ക് ഇന്റർവെൽ ബ്രേക്സ് കൊടുക്കണം. അതേപോലെ തന്നെ ഒരു പ്ലേ ടൈം അലോ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പൊ ക്ലാസ്സുകളുടെ ഇടയിൽ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടി പ്ലേ ടൈം ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്. ഇതെല്ലാം കുട്ടിയെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ എങ്ങനെയാണ് ദേഷ്യം പ്രകടിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാം. ഇഷ്ടപ്പെട്ട സബ്ജക്ട് മിസ്സാവും. അടുപ്പിച്ച് മാത്സ് വരുമ്പോ ഒന്നീ മലയാളം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പം മലയാളം മധുരത്തിന്റെയും ആലോചിക്കുന്നു അല്ലെ? ഓക്കെ. അപ്പോ നമ്മള് ദേഷ്യം വരുമ്പോ അതിനെ പ്രകടിപ്പിക്കണം എന്ന് നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. ദേഷ്യം എങ്ങനെ കൺട്രോൾ ചെയ്യണം, എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് ദേഷ്യം പ്രകടിപ്പിക്കുന്നത്, ഹെൽത്തി റിലേഷൻഷിപ്പ്. അതൊക്കെ ഇപ്പൊ നമുക്ക് ഭാവിയുടെ വാക്ക് നമുക്ക് പിന്നെ തിരുത്താനൊന്നും പറ്റില്ല അല്ലെ? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ നോക്കാൻ പോകുന്ന നെക്സ്റ്റ് ഇമോഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള
നെഗറ്റീവ് ഇമോഷൻ ആണ് എന്ത് ആങ്കർ എന്ന് പറയുന്നത്. There are many circumstances in everyday life for accrual of anger. നമുക്ക് ദേഷ്യം വരാൻ ചാൻസ് ഉള്ള ഒരുപാട് സിറ്റുവേഷൻ നമ്മുടെ ഡെയിലി ലൈഫിൽ. The causes of anger are varied. നമുക്ക് ദേഷ്യം വരുന്ന കാരണങ്ങൾ മാറിക്കൊണ്ടിരിക്കും. And innumerable. നമുക്കത് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. Some of them may be rejection of a child wish. ഇതില് ചിലപ്പോൾ കുട്ടികളുടെ വിഷ് നമ്മൾ റിജക്ട് ചെയ്യുമ്പോഴാവാം. ഡിഫിക്കൽട്ട് അസൈൻമെന്റ്, നമ്മുടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അസൈൻമെന്റ്സ് കുട്ടികൾ അസൈൻ ചെയ്യുമ്പോഴാവാം. ബിയോണ്ട് ഹിസ് എബിലിറ്റി ട്രൈഡ് സം ജോബ്സ്, ചിലപ്പോ ആ കുട്ടിക്ക് പറ്റാത്ത ജോബുകളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കുമ്പോഴാകാം. അൺഇൻട്രസ്റ്റഡ് ലെസൺ, ഇൻട്രസ്റ്റ് അല്ലാത്ത ലെസൺ പറഞ്ഞു തരുമ്പോഴാവാം. ഇന്റർഫിയറൻസ് വിത്ത് സെറ്റ് ഓഫ് ഹാബിറ്റ്, നിങ്ങൾക്ക് ഒരു സെറ്റ് ഓഫ് ഹാബിറ്റ് ഉണ്ടാവും, അതിലേക്ക് കുട്ടികൾക്ക് ഒരു സെറ്റ് ഓഫ് ഹാബിറ്റ് ഉണ്ടാവും, അതിലേക്ക് ഇന്റർഫിയർ ചെയ്യുമ്പോഴാവാം. Real or imaginary favoritism on the part of parents or teachers. ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നോ പാരന്റ്സിന്റെ ഭാഗത്തുനിന്നോ ഇമാജിനറി ആയിട്ടുള്ള ഒരു ഫേവറിറ്റിസം വരാണെന്ന് വിചാരിക്കും. ഞങ്ങളുടെ ടീച്ചർക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുക, ഞങ്ങളുടെ ടീച്ചർക്ക് ആൺകുട്ടികൾ പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ് എപ്പോഴും പറയുള്ളൂ. ടീച്ചർക്ക് 2 ആൺപിള്ളേരാണ്, സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചർക്ക് ശ്രീലത ടീച്ചർക്ക് 2 ആൺപിള്ളേരാണ്. ടീച്ചർക്ക് പെൺപിള്ളേരെ ഇഷ്ടം, ഞങ്ങളെയും ഇഷ്ടം. അപ്പൊ ആ പിള്ളേര് എന്തെങ്കിലും തെറ്റ് കുറുമ്പൊക്കെ കാണിച്ചു കഴിഞ്ഞാല് ടീച്ചർ നല്ല ചിന്തയും വഴക്കൊക്കെ പറയും. അപ്പൊ ഒരു കുട്ടി ഒരു ദിവസം ക്ലാസ്സിൽ എഴുന്നേറ്റ് പറയാം, മിസ്സിന് ഞങ്ങൾ ആരും ഇഷ്ടമല്ല, ആൺപിള്ളേരെ ആരും ഇഷ്ടമല്ല, പെൺപിള്ളേരെ മാത്രമല്ല ഇഷ്ടം, അവർക്ക് മാത്രമല്ല മിസ് ക്ലാസ് എടുക്കുന്നതൊക്കെ പറഞ്ഞു ഒരു ദിവസം ഭയങ്കരമായിട്ട് ചൂടായി. അപ്പൊ മിസ് അങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല, ഇമാജിനറി ആയിട്ടുള്ള ഒരു ഫേവറേറ്റീസോ റിയൽ ഫേവറേറ്റീസോ അങ്ങനെ ഒന്നുമില്ല, പക്ഷെ ആ കുട്ടികൾ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്തത്. ടീച്ചർമാർക്ക് അങ്ങനെ പാടില്ല എന്ന് പറയുന്നത്. അതൊക്കെ ടീച്ചർ വരെ എന്റെ ക്ലാസ്സിൽ ഉണ്ടായ പ്രസിഡന്റ് ആണ്, അങ്ങനെ ആ കുട്ടി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു, അവനെ മാത്രമേ. പെൺപിള്ളേരെ ആണെങ്കിലും മിസ് ഒരു ചാൻസും കൂടി കൊടുക്കും, പറഞ്ഞോ എന്ന് പറയും. പക്ഷെ ആൺപിള്ളേരെങ്ങാനും മിസ്റ്റേക്ക് പറഞ്ഞിട്ട് നല്ല കല്ലുവെച്ച് കൊടുക്കും, അപ്പോഴാണ് അവരെ ദേഷ്യം വന്നത്. അപ്പൊ അങ്ങനെ ഇമാജിനറി ഓഫ് റിയൽ ഫേവറിറ്റിസം വരുമ്പോ പാരന്റ്സിന്റെ ഭാഗത്തുനിന്നായാലും ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നായാലും കുട്ടികൾക്ക് ദേഷ്യം ഉണ്ടാവും. ഇപ്പൊ യങ്ങർ വൺസിന് നമ്മള് ചെറിയ കുട്ടികളെ നമ്മള് ചെയ്യുമ്പോൾ മൂത്ത ആൾക്ക് ചെറിയൊരു അസൂയയും കാര്യങ്ങളൊക്കെ വരില്ലേ, ചെറിയ ദേഷ്യമൊക്കെ വരില്ലേ? It should be noted that planning lesson should be considered children's interested. അപ്പൊ നമ്മുടെ ഒരു ലെസൺ എടുക്കുന്ന സമയത്ത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ ക്ലാസ് എടുക്കാനായിട്ട് ശ്രമിക്കണം. ഫാൻ ഓഫ് അറ്റൻഷൻ, കുട്ടികളുടെ ശ്രദ്ധ നമ്മൾ ഇവിടെ പിടിച്ചെടുക്കണം. ആൻഡ് എബിലിറ്റി ലെവൽ ഇൻ ഓർഡർ ടു അവോയ്ഡ് റെസിസ്റ്റൻസ്, കുട്ടികൾക്ക് റെസിസ്റ്റ് ചെയ്യാൻ പഠിക്കുക എന്ന് പറയുന്ന ആ കുട്ടികളെ കൊണ്ട് ആ മിസ്സേ പഠിക്കാം എന്ന് പറയിപ്പിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ക്ലാസ് എടുക്കേണ്ടത്. ബട്ട് ഇംപാർഷ്യൽ ടീച്ചർ ഡു എ ബെറ്റർ ജോബ്. ഇംപാർഷ്യൽ ആയിട്ട് നിഷ്പക്ഷമായിട്ട് നമ്മുടെ കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ജോബ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഡിസ്ക്രിമിനേഷൻ ഈസ് റെസിസ്റ്റഡ് മോസ്റ്റ്ലി ബൈ ചിൽഡ്രൻ ആസ് അഡൾട്ട്. നമ്മൾ ഡിസ്ക്രിമിനേഷൻ കാണിക്കുമ്പോഴും കുട്ടികൾക്ക് ദേഷ്യം വരും, വേർതിരിവ് കാണിക്കുമ്പോൾ ഉദ്ദേശം കാണിക്കുമ്പോൾ അങ്ങനെ ഡിസ്ക്രിമിനേഷൻ നമ്മുടെ ഭാഗത്ത് ക്ലാസ്സിൽ വരുന്ന എല്ലാ കുട്ടികളും നമ്മുടെ ഗർഭത്തിൽ ഒരേ. Both teachers and parents can help the child in developing a healthy philosophy of life. അപ്പോൾ ടീച്ചേഴ്സും പാരന്റ്സും ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ്, ഒരു ഹെൽത്തി ഫിലോസഫി, അവന്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. By providing them knowledge of different ഐഡിയാസിനെ കുറിച്ചുള്ള നോളജ് പാസ് ചെയ്യുന്നു. ആൻഡ് വാല്യൂ സിസ്റ്റം ത്രൂ യൂസ്ഫുൾ ഡിസ്കഷൻ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യുന്നു, അതിലൂടെ നമ്മൾ പരിഹാരങ്ങൾ കണ്ടെത്തുന്നു. ആൻഡ് റീഡിംഗ് ഓൺ പ്രോബ്ലംസ് ദാറ്റ് ആർ അറൈസ് ബൈ ഹിം, അവരിൽ വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും, അതെല്ലാം നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നു. ബോത്ത് മസ്റ്റ് ഹെൽപ്പ് ദ ചൈൽഡ് ഡെവലപ്പ് ഹെൽത്തി പ്രീ-ഏജ് റിലേഷൻഷിപ്പ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. നല്ല ഹെൽത്തി ഫ്രണ്ട്ഷിപ്പും റിലേഷൻഷിപ്പും മെയിൻറ്റെയിൻ ചെയ്യാൻ അവനെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചൈൽഡ് ഹു ഗെറ്റ് അഫെക്ഷൻ ആൻഡ് എൻകറേജ്മെന്റ് ഡെവലപ്പ് എ ഗുഡ് പേഴ്സണാലിറ്റി. കുട്ടികളിൽ നല്ലൊരു അഫെക്ഷനും എൻകറേജ്മെന്റും ഉള്ള കുട്ടികളിൽ, അങ്ങനെ നല്ല സ്നേഹിക്കും നല്ല അഫെക്ഷനേറ്റ് ആയിട്ടുള്ള കുട്ടികൾ നല്ല പേഴ്സണാലിറ്റി ഉള്ള കുഞ്ഞുമക്കളായിട്ട് വളർന്നു വരും. അപ്പൊ ദേഷ്യം ഇല്ലാതെ, ദേഷ്യം പ്രകടിപ്പിക്കുന്ന രീതിയുണ്ട്. നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാര് സൈലന്റ് ആവും, ചില ആൾക്കാർ കഴിക്കുന്നത് എല്ലാം വലിച്ചെറിഞ്ഞ് കളയും, പൊട്ടിക്കും. ദേഷ്യം എങ്ങനെ പ്രകടിപ്പിക്കണം പോലെ അവർക്ക് അറിയാൻ പറ്റും. എനിക്ക് തോന്നുന്നു സൈലന്റ് ആയിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചു നേരം സൈലന്റ് ആണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും,
ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഓക്കെ, അത് വായിച്ചു നോക്കി ആങ്കർ. എല്ലാവർക്കും ക്ലിയർ ആണോ? അത് എവിടെ പറ്റിയെന്ന് പറഞ്ഞോളൂ. ഷമീറാം എവിടെയായിട്ട് വരുന്നത്? കാരണം ആ സെന്റൻസ് കിട്ടുകയാണെങ്കിൽ കറക്റ്റ് അതിന്റെ മീനിങ് പറയാൻ പറ്റും. പറയോ? അറോസൽ ഓഫ് ആങ്കർ എന്നാണ്. അറോസൽ, അത് തേജനം. തേജനം എന്നുവെച്ചാല് കാരണം, ഉത്തേജനം എന്ന് വരും. എന്നുവെച്ചാല് അത് ഉത്ഭവിക്കാനുള്ള കാരണം. കേട്ടോ. ഇനി നമ്മൾ സോഷ്യൽ ആൻഡ് ഇമോഷണൽ റിലേറ്റിലേക്ക് വരാണ്. അതിൽ ആദ്യം വരുന്നതാണ് ലവ് ആൻഡ് സെക്യൂരിറ്റി. നമുക്ക് കുറച്ചും കൂടി വേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. ലവ് ആൻഡ് സെക്യൂരിറ്റി, സ്നേഹം, സുരക്ഷിതത്വം വേണ്ടേ എല്ലാവർക്കും, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തില് അല്ലെ? സ്നേഹവും സുരക്ഷിതത്വം ഒക്കെ വേണം. അവർക്കറിയില്ല അല്ലെ, അവരെ സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ കുഞ്ഞുമക്കൾക്ക്. സോ നമ്മൾ ഫാമിലി, സൊസൈറ്റിയുടെ ഉത്തരവാദിത്തമാണ് അവരെ കറക്റ്റ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യുക എന്നത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. These are two main factors which contribute to the healthy growth of mind. നല്ല ഡെവലപ്മെന്റ് ഓഫ് മൈൻഡ്, ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജി വിചാരിക്കും. ഡെവലപ്മെന്റ് ഓഫ് മൈൻഡ് എന്ന് വെച്ചാൽ ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജി. നമ്മുടെ സൈക്കോളജി ഡെവലപ്പ് ആവുന്നതിന് രണ്ട് മെയിൻ ഫാക്ടേഴ്സ് ഉള്ളത് ലവ് ആൻഡ് സെക്യൂരിറ്റി. നമ്മുടെ മനസ്സ് നല്ല രീതിയിൽ ഡെവലപ്പ് ആവണം. മാനസിക വികസനം വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്നേഹവും നല്ല സെക്യൂരിറ്റി വേണം. It is necessary for a child to have the feeling of being wanted and required by others. നമ്മളൊരു ഫാമിലി കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ആ ഫാമിലിക്ക് വേണം, മറ്റുള്ളവർക്ക് സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്നൊക്കെയുള്ള ഫീലിംഗ് നമുക്കൊരു എന്താ പറയാ, നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ബോണ്ടാണ്. നമ്മൾ വേണം അവർക്ക്, നമ്മൾ ഇഷ്ടമാണ് അവർക്ക്. അതിനിപ്പോ നിങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ സീരിയസ് ആയിട്ടുള്ളവരുണ്ടാവും. അപ്പൊ അവർക്ക് നമ്മൾ ജീവിക്കുന്നതിന് തന്നെ റീസൺ എന്തായിരിക്കും? നമ്മുടെ കുട്ടികളായിരിക്കും അല്ലെ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുന്നവരുണ്ടാവും. അങ്ങനെ ചില കുട്ടികളെ സംബന്ധിച്ച് ആ ഒരു ഫീലിംഗ് അവരുടെ ഉള്ളിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. ഇറ്റ് നെസസറി ഫോർ എ ചൈൽഡ് ടു ഹാവ് എ ഫീലിംഗ് ഓഫ് ബീങ് വാണ്ടഡ്. കുട്ടീനെ സംബന്ധിച്ച് അവരുടെ ഉള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, അവർക്ക് നമുക്ക് വേണം, നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള ഇതാണ് ആര്? നമ്മുടെ കുട്ടികള്. ആൻഡ് റിക്വയർഡ് ബൈ അതേഴ്സ്. നമ്മള് ഫാമിലി ബാക്കി മെമ്പേഴ്സിനൊക്കെ നിന്നെ ആവശ്യമാണ്, നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. A safe feeling that he or she has a certain place in the family and society. ഒരു സേഫ് ഫീലിംഗ് ഉണ്ട്, നമ്മൾ ആ ഫാമിലിയിൽ സൊസൈറ്റിയിൽ ഒരു സർട്ടൻ പ്ലേസ് ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്റെ ഫാമിലിയിൽ ഇപ്പോഴല്ല, ചെറുപ്പം മുതലേ എന്റെ ഫാമിലിയിൽ എന്നോട് അഭിപ്രായം ചോദിക്കുമായിരുന്നു. മൂത്ത കുട്ടി ആയതുകൊണ്ടാണോ എനിക്കറിയില്ല, പക്ഷെ എന്നോട് അഭിപ്രായം ചോദിക്കും. ഒരു എത്ര നാൾ മുതൽ, ഒരു 8th ഒക്കെ മുതൽ അച്ഛൻ എന്തെങ്കിലും തീരുമാനം എടുക്കുന്ന സമയത്ത് എന്നോട് അഭിപ്രായം ചോദിക്കും. ജസ്റ്റ് ഒരു അച്ഛൻ ഒപ്പീനിയൻ ചോദിക്കുന്നതാ. ചിലപ്പോൾ ഞാൻ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യും, ചിലപ്പോൾ ഞാൻ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യും, പക്ഷെ എന്നോട് അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്. സോ ഞാൻ ആ ഫാമിലിയിൽ വേണം. പക്ഷെ ഞാനത് കണ്ടിട്ടുണ്ട്, അനിയത്തിനൊന്നും ചോദിക്കാറില്ല. ചിലപ്പം അതുകൊണ്ട് എന്താന്ന് അറിയാമോ, എനിക്കിപ്പോ ഡിസിഷൻ മേക്കിംഗ് നല്ല പോസിബിൾ ആണ്. എന്തെങ്കിലും തീരുമാനങ്ങൾ ഡിസിഷൻ ചോദിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, നല്ല കറക്റ്റ് ആയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ പറ്റുന്നുണ്ട്. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് പേഷ്യന്റ് ആൻഡ് ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് on the part of the parents and teachers together with proper guide whenever required.
നമുക്കറിയാലേ ഈ കുട്ടികളോട് പോയിട്ട് നമ്മുടെ പണ്ടത്തെ സ്ട്രിക്ട് റൂളൊന്നും ഇറക്കാൻ പറ്റൂല. നമ്മുടെ പാരന്റ്സ് ഒക്കെ നമ്മൾ വരച്ച വരയിൽ നിർത്തിയ പോലെ നമ്മുടെ കുട്ടികളെ നമുക്ക് ഇത് വരച്ച വരയിൽ നിർത്താൻ പറ്റുമോ? ഇല്ല, നടക്കൂല. അതായത് നടക്കൂല. ഇത് നമുക്ക് അവരോട് എങ്ങനെ പെരുമാറാം? നമുക്ക് അവരോട് നല്ല ഒരു പേഷ്യന്റ് ആയിട്ട്, നല്ല ക്ഷമയുള്ള, അണ്ടർസ്റ്റാൻഡിങ് പാരന്റ്, പേഷ്യന്റ് ആയിട്ടുള്ള, നല്ല പേഷ്യൻസ് ഉള്ള പാരന്റ്സ്, ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് ഉള്ള പാരന്റ്സ് ആവാനായിട്ട് ശ്രമിക്കാം. ഞാൻ എപ്പോഴും മാക്സിമം ട്രൈ ചെയ്യാറുള്ള ഒരു കാര്യമാണ്. ശരിക്കും ഹരിത. ആ അപ്പോ ഞാനൊരു കാര്യം ചെയ്യാറുള്ളതാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പോ ടീച്ചറാണോ? ടീച്ചറാണ്. പക്ഷെ എനിക്ക് ടീച്ചർ എന്നുള്ള ആ ഒരു ലെവലിനേക്കാൾ കൂടുതൽ ഇഷ്ടം അവരുടെ ഒപ്പം ഫ്രണ്ട്ലി ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. മീൻസ് നമ്മുടെ സ്റ്റുഡൻറ് ആ ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു ബോണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. കാരണം ടീച്ചർ കുട്ടി എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങളായാലും എന്നെ കാണുന്നതാണ് ചെറിയൊരു ഭയത്തോട് കൂടിയല്ലേ. ഭയം വേണം, അതവിടെ ഇരിക്കട്ടെ. എന്നാലും ഫ്രണ്ട്ലി ആയിട്ട് അല്ല. അതെ, ഓക്കെ. നമ്മൾ ഫ്രണ്ട്ലി ആവുമ്പോഴും ചില നമുക്കൊരു നല്ലൊരു കമ്പനി, നല്ല ബോണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. പക്ഷെ നിങ്ങൾ ഫ്രണ്ട്ലി ആവുമ്പോഴേക്കും, നിങ്ങൾ ആ ഒരു ട്രാക്കിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾ പോവാറാണ്. വിഷമാവും സത്യമായിട്ടും. ഇപ്പൊ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങളെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. നിങ്ങൾ വന്ന് സംസാരിക്കുന്നു, കാര്യങ്ങളൊക്കെ പറയുന്നത് ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷെ ഈ കോൺവെക്കേഷന്റെ സമയത്തായിട്ട് പിന്നെ എല്ലാവരും വെച്ച് കാണുന്നത് അന്നത്തെ ദിവസം എന്റെ മുഖം നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വിഷമായിരിക്കുള്ളൂ. ഞാൻ വെറുപ്പിച്ചോണ്ടിരിക്കുള്ളൂ. കാരണം എന്താണ്, നിങ്ങളുടെ ശരിക്കും എനിക്ക് ഹാപ്പിയാണ്. ഞാൻ നിങ്ങൾ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നതിൽ, നമ്മൾ പഠിപ്പിച്ച കുട്ടി പാസ്സായി പോകുന്നതിലും നല്ല ജോലി കിട്ടുന്നതും അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ബാച്ച് പോവുകയാണല്ലോ, ആ അത്രയും എൻജോയ് ചെയ്ത ടൈം ഇനി ഉണ്ടാവില്ലല്ലോ എന്നുള്ളൊരു സങ്കടം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അതൊരു വിഷമാണ്. അത് വിഷമാണ്. നമുക്കത് അന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. നിങ്ങളത് അന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾക്കും ഫീൽ ചെയ്യും, ഞങ്ങൾ ഇനി ഇല്ലല്ലോ, അല്ല ഞങ്ങൾ ആ ഒരു ക്ലാസ് ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമം ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ടീച്ചേഴ്സ്, നിങ്ങൾ ടീച്ചർ ആവുമ്പോഴും അതേപോലെ തന്നെ ഫ്രണ്ട്ലി ആവാനായിട്ട് ശ്രമിക്കാം. എന്റെ ടീച്ചർ ഞാൻ മെയിൻ ആയിട്ട് ഒരു ടീച്ചറെ ഫോളോ ചെയ്തിട്ട് എന്റെ ടീച്ചറുടെ മോഡലാണ് ഞാൻ ആവാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്റെ ടീച്ചർ ഫ്രണ്ട്ലി ആയിട്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചർ ഫ്രണ്ട്ലി ആയിട്ട് എല്ലാ കുട്ടികളെയും ഫ്രണ്ട്ലി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. എന്റെ കൂട്ടുകാരി ടീച്ചർ ഞാൻ വിളിച്ചിരുന്ന തന്നെ, ഞാൻ കൂട്ടുകാരി ടീച്ചർ എന്ന് വിളിക്കുന്നത്, ഗീത ടീച്ചർ എന്ന പേര്. സോ ആ ടീച്ചറിനെ പോലെ ആവാനാണ് ഞാൻ ആഗ്രഹിച്ചത്, ആവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ പുള്ളിക്കാർക്ക് അത്രയും എന്താ പറയാ എളിമയും കാര്യങ്ങളൊന്നും എനിക്കില്ല കേട്ടോ. പെട്ടെന്ന് ദേഷ്യം വരും. ഫ്രണ്ട്ലി ആണെങ്കിൽ ഫ്രണ്ട്സിനോട് നമുക്ക് ദേഷ്യപ്പെടാലോ. നമ്മുടെ കുട്ടികളൊന്നും ചെയ്തില്ലെങ്കിൽ നല്ല വഴക്കും പറയും, ദേഷ്യം പെടും. അത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അത് നമ്മൾ നല്ല ഫ്രണ്ട്ലി ആയിട്ടും പേഷ്യന്റ് ആയിട്ടും അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടൊക്കെയാണ് നമ്മൾ കുട്ടികളെ വളർത്തിയെടുക്കുന്നതെങ്കിൽ സെൽഫ് കോൺഫിഡൻസ്, പോസിറ്റീവ് സെൽഫ് ഇമേജ്, ഇമോഷണൽ സെക്യൂരിറ്റി, അവർക്ക് സൊസൈറ്റി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, സെൽഫ് കൺട്രോൾ ഒക്കെ ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോ an understanding parent, friendly attitude, understanding, patient and friendly attitude on the part of the parents, teachers, together with proper guidance, whenever required, contribute strongly in developing എല്ലാ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യുന്നതിൽ കാരണമാകുന്നത് സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ആകാൻ പറ്റും, പോസിറ്റീവ് സെൽഫ് ഇമേജ് നമ്മളെ ഉണ്ടാവും, ഇമോഷണൽ സെക്യൂരിറ്റി കാര്യങ്ങൾ എങ്ങനെ പ്രകടിപ്പിക്കണം അതേക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും, അഡ്ജസ്റ്റ്മെന്റ് ഇൻ സൊസൈറ്റി, നമ്മൾ സൊസൈറ്റിയിൽ എങ്ങനെ അഡ്ജസ്റ്റ് ആവണമെന്ന് മനസ്സിലാവും, ആൻഡ് സെൽഫ് കൺട്രോൾ കുറിച്ചായിട്ട് കുട്ടികളിൽ എങ്ങനെയാണ് സെൽഫ് കൺട്രോൾ എന്നുള്ളത് മനസ്സിലാവും. ഇനി അടുത്തതാണ് ഇൻഡിപെൻഡൻസ്. അടുത്തൊരു മെച്ചം വന്നല്ലേ ഇൻഡിപെൻഡൻസ്. വീട്ടില് കുട്ടികൾ ആരൊക്കെയാണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് വളർത്തുന്നത്? കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റും, ഞാൻ എന്റെ കുട്ടീനെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് വളർത്തുന്നത്. അവരെ കുറിച്ച് നമ്മൾ മിസ്സേ കട്ടായി പോണുണ്ട് മിസ് പറയണത്. ആണോ? എല്ലാവർക്കും അങ്ങനെ തോന്നുന്നുണ്ടോ? ഓക്കെ മഞ്ജു, ഒരു മിനിറ്റ് നോക്ക് മഞ്ജു. ഓക്കെ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ക്ലാസ് ചേഞ്ച് ചെയ്യാൻ നോക്കാം കേട്ടോ. ശരി മിസ്. ഇപ്പൊ ഉണ്ടോ? കട്ടാവുന്നുണ്ടോ? ഇപ്പൊ കുഴപ്പമില്ല. ഇടക്കിടക്ക് കട്ടാവുന്നുണ്ട് നേരത്തെ. എന്റെ വോയിസിന്റെ പ്രശ്നമാണോ എന്ന് ചോദിക്കുന്നേ? അല്ല വോയിസ് അല്ല, ആദ്യമൊക്കെ നല്ലോണം കേൾക്കണ്ടായിരുന്നു. പെട്ടെന്ന് ഇപ്പൊ കുറച്ചു നേരം മുമ്പാണ് കട്ടായി തുടങ്ങിയത്. കുറച്ചൊരു ക്ലാരിറ്റി കുറവ്. സൗണ്ടിന്റെ അല്ലല്ലോ? അല്ല അല്ല
ക്ലാസ്സിന്റെ ആയിരിക്കും. അങ്ങനെ വരാറുണ്ടോ വേറെ ക്ലാസ്സുകളില്? ചിലപ്പോ. ഞാൻ ക്യാമറ നീക്കി വെച്ചിട്ടൊക്കെ പോയി ഇങ്ങനെ ഇരുന്നാ പോരെ. ഓക്കെ, ഇനി അടുത്താണ് ഇൻഡിപെൻഡൻസ് അല്ലേ? ഇൻഡിപെൻഡൻസ് എന്താ മീനിങ്? സ്വാതന്ത്ര്യം. ഓക്കെ, നമ്മൾ കുട്ടികൾക്ക് വേണ്ട സ്വാതന്ത്ര്യം കൊടുത്ത് തന്നെ വളർത്തണം കേട്ടോ. അത്യാവശ്യം ഫ്രീഡവും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഈ ഇൻഡിപെൻഡൻസ് അതല്ല കേട്ടോ. കുട്ടികളെ കൊണ്ട് നമ്മൾ ഡേ ടു ഡേ ടാസ്ക്, അവരെ റിലേറ്റ് ചെയ്യുന്ന ഡേ ടു ഡേ ടാസ്കും കാര്യങ്ങളും നമ്മൾ കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിക്കാനായിട്ട് ശീലിപ്പിക്കണം. ഓക്കെ അല്ലെ? ഡെയിലി ലൈഫിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി, രാവിലെ എഴുന്നേൽക്കുന്നു, ഇപ്പൊ ഒരു അമ്മയാണെന്ന് വിചാരിക്കൂ, 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയാണ് വിചാരിക്കും. രാവിലെ എഴുന്നേൽക്കുന്നു, ടിഫിൻ റെഡി ആക്കുന്നു, ഫുഡ് റെഡി ആക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, ഡ്രസ്സ് അയൺ ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും ഇട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് നമ്മൾ തന്നെ കുട്ടീനെ ഒരുക്കി വിടുന്നതാണോ ഇൻഡിപെൻഡൻസ്? അവൻ രാവിലെ എഴുന്നേൽക്കുന്നു, ടൈം ടേബിൾ അനുസരിച്ച് കുട്ടി തന്നെ ബുക്സ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നു. ദെൻ ടേബിളിൽ ഇരിക്കുന്ന ടിഫിനോ കാര്യങ്ങളൊക്കെ ആയിരിക്കും, അതെല്ലാം എടുത്ത് ബാഗിൽ പ്രോപ്പർ ആയിട്ട് വെക്കുന്നു. ഷൂ ഇടാൻ പഠിക്കുന്നു, ഷൂ ലേസ് കെട്ടാൻ പഠിക്കുന്നു, കിട്ടുന്നു, കറക്റ്റ് ആയിട്ട് ബട്ടൺസ്, യൂണിഫോമിന്റെ ബട്ടൺസ് ഒക്കെ ഇട്ട് പ്രോപ്പർ ആയിട്ട് ഇൻ ചെയ്തു. അവൻ ആ ഒരു ക്ലാസ്സിൽ പോകുന്നതാണ് ഇൻഡിപെൻഡൻസ്. രണ്ടാമത് പറഞ്ഞു അല്ലെ? ഇൻഡിപെൻഡന്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൻ റീസൺ ആരാണ്? കുട്ടിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് വളർത്താത്തതിന് മെയിൻ കാരണം അമ്മമാരാണ്. പാരന്റ്സ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മമാരാണ് കുട്ടികളെ ഇങ്ങനെ കൊഞ്ചിച്ച് വെച്ചിരിക്കുകയാണ്. അവര് ഒരു കാര്യം സ്വയം ചെയ്യാനായിട്ട് എന്ത് ചെയ്യില്ല, അലൗ ചെയ്യില്ല. എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്ത് നമ്മൾ ശീലിപ്പിച്ചിരിക്കുന്നതാണ്. സോ ഈ ഒരു പ്രശ്നം വരും. ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ വളർത്താൻ ശ്രമിക്കുക. നമ്മൾ ചെറിയ ചെറിയ ടാസ്കുകളാണ്. ഭയങ്കര മടിയുള്ള കുട്ടികളും ഉണ്ട് മാം. അത് ഭയങ്കര ഒരു അടിയാ. നമ്മൾ പറഞ്ഞാൽ അവര് ചെയ്യില്ല. അതാണ് അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കരുത്. എന്റെ മോൾ അങ്ങനെ രാവിലെ തന്നെ ഒരുപാട് തവണ വിളിച്ചാൽ എഴുന്നേക്കുന്നത്. ബാക്കി എല്ലാ കാര്യവും തന്നെ ചെയ്യും. പക്ഷെ ഭയങ്കര ലേസിയാണ്, എല്ലാ കാര്യത്തിലും താമസം. എന്നാലും ചെയ്തോളും, ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ട്രൈ ചെയ്യണം. നമ്മൾ അവിടെ തോറ്റു കൊടുക്കാൻ പാടില്ല. നമ്മൾ അവരെ നല്ല രീതിയിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്തെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. ഞാൻ ആദ്യമൊക്കെ എന്റെ മക്കളെ കൊണ്ട് ചെറിയ ചെറിയ ടാസ്ക് ഒക്കെ ചെയ്യിക്കുമ്പോ എന്റെ ഹസ്ബൻഡിന്റെ പാരന്റ്സ് പറയുമായിരുന്നു, അയ്യോ അത് ചെയ്യില്ലേ, കൊച്ചിനെ കൊണ്ടാണോ ഇങ്ങനെ ചെയ്യിക്കുന്നത്, ഞാൻ ചെയ്തുതരാലോ എന്ന് പറയുമായിരുന്നു. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല അമ്മ, ഞാൻ അവരെ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടല്ല ഞാനത് ചെയ്യിപ്പിക്കാതെ, അവരെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അവര് തന്നെ ചെയ്ത് ശീലിക്കണം എന്ന് പറഞ്ഞു. അന്ന് ദേഷ്യമൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് ആ കാര്യത്തില് എന്റെ അമ്മയ്ക്കോ എന്ത് കാര്യമാണെങ്കിലും, ഫുഡ് കഴിച്ച പ്ലേറ്റും ഗ്ലാസും, കഴിഞ്ഞ ദിവസം ആദ്യം ഒരു കൈയിലാണ്, കുഞ്ഞു ചെറുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവൻ ഒരു കൈ കൊണ്ടാണ് 2 കൈ കൊണ്ട് പിടിച്ചു കൊടുത്തത്. ഈ കഴിഞ്ഞ ദിവസം അവനെ ഫുഡ് കഴിച്ചിട്ട് പ്ലേറ്റ് ചെറിയ ടേബിൾ ഉണ്ട്, ടീപ്പോയിൽ വെച്ചിരിക്കുക, ഗ്ലാസും വെച്ചിട്ടുണ്ട്, അവൻ അതിന്റെ അടുത്ത് തൊടുത്തായിരുന്നു. അപ്പോ എന്റെ മോനെ ഞാൻ കറക്റ്റായിട്ട് വളർത്തണേ, അതിൽ എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ എന്റെ എന്താ പറയാ, മദറിൻലോയുടെ മോനെ കറക്റ്റ് ആയിട്ടല്ല വളർത്തിയത്. അതാണ് അവിടെ പ്ലേറ്റ് ഗ്ലാസ് അവിടെ എടുത്ത് വെച്ചിട്ട് പോയി. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ഞാൻ കറക്റ്റായിട്ട് വിളിക്കുന്നത്, നമുക്ക് ആ ഒരു പറയാൻ പറ്റില്ല. കാരണം ഞാൻ പറയാറുണ്ട്, കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യണം, എല്ലാ കാര്യത്തിനും എല്ലാം ഡിപെൻഡ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതിന് എന്നോട് പ്രതികാരം ചെയ്യണമെങ്കിൽ വെച്ചാൽ എല്ലാ കാര്യങ്ങളും അമ്മനോട് പറയും. അമ്മ ഫുഡ്, അമ്മ കോഫി ഒക്കെ അമ്മനോട് പറയും. പക്ഷെ ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. ഇപ്പൊ ആള് മാറിയിട്ടുണ്ട്. ഞാൻ കുറെ ഉപദേശിച്ച് എന്റെ ട്രാക്കിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഓക്കെ, കുഞ്ഞു കുട്ടികളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കണം, അത് ശരിയാണ്. പക്ഷെ വിത്ത് നമ്മുടെ അഡൾട്ട് സൂപ്പർവിഷനിൽ, നമ്മളുടെ സൂപ്പർവിഷനിൽ നിർത്തിയിട്ട് വേണം കുട്ടികളെ കൊണ്ട് ഓരോ ടാസ്കുകൾ നമ്മൾ ചെയ്യിക്കാനായിട്ട്. ഓക്കെ, children should be promoted to think independently and carry out depending upon their ability. ഓരോ കുട്ടിയുടെ അനുസരിച്ച് അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്ക് ആണ് ചെയ്യുന്നത്. ഒരു കുഞ്ഞു കുട്ടീനെ കൊണ്ട് വലിയ ടാസ്ക് ഒന്നും ചെയ്യിപ്പിക്കരുത്. ഞാൻ മോളെ കൊണ്ട് ഡ്രസ്സൊക്കെ ക്ലോത്ത് ഒക്കെ കറക്റ്റ് ആയിട്ട് റോൾ ചെയ്ത് വെക്കാനായിട്ട് അവളെ ശ്രമിപ്പിച്ചിട്ടുണ്ട്. ജസ്റ്റ് അവളെ കൊണ്ട് പറ്റുന്ന കാര്യം, അവളുടെ ഡ്രസ്സും കാര്യങ്ങളും അവൾ അറേഞ്ച് ചെയ്യണത് അവൾക്ക് ഇഷ്ടം. ഇപ്പാട്ടാ, പണ്ട് ഞാനിങ്ങനെ അവളെ കൊണ്ട് അറേഞ്ച് ചെയ്ത് തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കുഞ്ഞു ഇങ്ങനെയാണ് ഇത് റോൾ ചെയ്ത് വെക്കേണ്ടത്. ഇപ്പൊ അവൾ എനിക്കാ പറഞ്ഞ അമ്മയുടെ ഡ്രസ്സ് എന്ത് ചെയ്താൽ മതി, റോൾ ചെയ്താൽ മതി, ഞാൻ എന്റെ. കാരണം അമ്മയ്ക്ക് അറിയില്ല എന്റെ ക്ലോത്ത് എങ്ങനെയാണ് മടക്കി വെക്കണത്, അവൾക്ക് അറിയില്ല. അപ്പൊ മാറിക്കാൻ പറയും. കാരണം അവള് വെക്കുന്നത് ഷൂസ്, സോക്സ് ഒരു സെറ്റ്,
പിന്നെ ക്ലോത്ത്, ടവല്, അങ്ങനെ ഓരോന്നായിട്ട് ഡിഫറെന്റ് രീതിയിലൊക്കെ അറേഞ്ച് ചെയ്തൊക്കെ. എനിക്ക് അതൊക്കെ കാണുമ്പോ എനിക്കൊരു എന്താ പറയാ ഓർഡർ ഇല്ലാത്ത പോലെ തോന്നും. പക്ഷെ അവർക്ക് അതിന്റെ കറക്റ്റ് ഓർഡർ ഉണ്ട്. സോ ഞാൻ അപ്പൊ അവളുടെ ഡ്രസ്സ് ഞാൻ മടക്കി വെക്കില്ല, അവള് തന്നെ മടക്കി വെക്കട്ടെന്ന് വിചാരിക്കും. എനിക്ക് അവളുടേതായ ഒരു ഇതുണ്ടല്ലോ, അതിൽ അവളെ വിട്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്ത്. ബുക്സിന്റെ കാര്യത്തിൽ അതെ ഞാൻ എനിക്ക് എന്താ പറയാ ഒരു ബുക്ക് ടെക്സ്റ്റ് ബുക്ക് ആണ് ശരി, ഇംഗ്ലീഷിന്റെ ബുക്ക് കഴിഞ്ഞാൽ ഇംഗ്ലീഷിന്റെ നോട്ട്ബുക്ക്, അതേപോലെ തന്നെ ഒരു ടെക്സ്റ്റ് ബുക്ക്, ഒരു നോട്ട്ബുക്ക്, ആ ബുക്കിന്റെ. അങ്ങനെ ഞാൻ ചെറുപ്പത്തിലൊക്കെ ക്ലാസ്സിൽ കൊണ്ടുപോയിട്ടുള്ളത് എന്റെ ഒരു ഓർഡറിൽ ബാഗിൽ വെക്കരുത്. അങ്ങനെ ഞാൻ എന്റെ മൂക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്കുകൾ ഒരുമിച്ച്, അത് കഴിഞ്ഞിട്ട് അതേ ഓർഡറിൽ നോട്ട്ബുക്ക്. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് ആദ്യം ഏറ്റവും ബാക്കിലിരിക്കുന്നത്, ഏറ്റവും ഫ്രണ്ടിലായ നോട്ട്ബുക്ക് എടുത്തു കഴിഞ്ഞാൽ രണ്ടും സെയിം ആണ്. അവളുടെ ഓർഡർ വേറെയാണ്, ഓർഡർ അല്ല. ചിലപ്പോ കുട്ടികളായതുകൊണ്ടായിരിക്കാം. അപ്പൊ എന്റെ മോളും അങ്ങനെയാണ്. ഓക്കെ, കുട്ടികളെ കൊണ്ട് ഓരോ ടാസ്കുകൾ ചെയ്യും. എനിക്കിപ്പോ എന്റെ ഓർഡർ ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്തത്. ചിൽഡ്രൻ ഷുഡ് ബി പ്രൊമോട്ട് ടു തിങ്ക് ഇൻഡിപെൻഡന്റ്ലി ആൻഡ് ക്യാരി ഔട്ട് ദ ടാസ്ക്. കുട്ടികൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് തിങ്ക് ചെയ്യട്ടെ, അവർക്ക് ഓരോ ടാസ്കുകളും അവർക്ക് അവരുടേതായ രീതിയിൽ ചെയ്യണം. ഓഫ്കോഴ്സ് അണ്ടർ ദ അഡൾട്ട് സൂപ്പർവിഷൻ, നമ്മൾ അഡൾട്ട് സൂപ്പർവിഷനോട് കൂടി കാര്യങ്ങൾ ചെയ്യിപ്പിക്കാം. ഇപ്പൊ ഞാൻ കുക്കിംഗ് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എഗ് റോസ്റ്റ് ചെയ്യാനൊക്കെ അവളെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഗ്യാസിനെ പറഞ്ഞിട്ടുണ്ട്, ഗ്യാസ് ഞാനില്ലാത്തപ്പോ ഓൺ ചെയ്യാൻ പാടില്ല, വരും, പൊട്ടിപ്പോവും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് പേടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും അതൊക്കെ നല്ലതിനാണ്. ഡേഞ്ചറസ് ആണല്ലോ, അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ പേടിപ്പിക്കണം, അത് കുഴപ്പമില്ല. ദിസ് ഓൾസോ ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് കോൺഫിഡൻസ് ഇൻ ചിൽഡ്രൻസ്. കുട്ടികളിൽ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇൻഡിപെൻഡന്റ് ആയിട്ട് വളർത്തുന്ന കുട്ടികളാണെങ്കിൽ പിന്നീടായാലും അവർക്ക് കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോകാനായിട്ട് പറ്റും. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ആ ഒരു എന്താണ്, ആ ഒരു ഫ്രീഡം അല്ലെങ്കിൽ അവർ ഇൻഡിപെൻഡൻസ് കിട്ടില്ല, അവർ ഡെവലപ്പ് ആവില്ല. അതൊരു പ്രശ്നമാണ് കേട്ടോ. ഈ രണ്ട് കാര്യങ്ങളൊന്നും പഠിച്ച് ലവ് ആൻഡ് മാം, കുട്ടികൾ ഒറ്റയ്ക്ക് കുളിക്കുന്ന പ്രായം ഒക്കെ ഏതാണ് മാം? കുട്ടികൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് 3 years മുതൽ കുളിപ്പിക്കാലോ, ഒറ്റയ്ക്ക് കുളിപ്പിക്കാം. 3 years അവര് കുളിക്കാം. ജെന്റൽ ഏരിയാസ് ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഏജ് 3 years ആണ്. 3 വയസ്സ് മുതൽ പറഞ്ഞു കൊടുക്കാം. പക്ഷെ അത് അവർ പ്രാക്ടിക്കൽ ആക്കുന്നത് ചിലപ്പോ അവർ ചെയ്യും, പക്ഷെ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത് കുറച്ചും കൂടി ടൈം കഴിയുന്നുള്ളൂ. നമ്മളെ ശീലിപ്പിക്കാം. 3 years മുതൽ അവരെ കൊണ്ട് തന്നെ അത് ശീലിപ്പിക്കാം. നമ്മൾ ജെന്റൽ ഏരിയാസ് നമ്മൾ കുഞ്ഞൊക്കെ ആവുമ്പോൾ നമ്മൾ തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കും അല്ലെ. അങ്ങനെ അവരെ കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, പറഞ്ഞ് 3 years മുതൽ നമ്മൾ ശീലിപ്പിക്കാം. ഒരു 4 years ഒക്കെ ആകുമ്പോഴേക്കും സെറ്റ് ആയിക്കോളും. ഓക്കെ, 3 years കേട്ടോ. 3 years മുതൽ കുട്ടികളെ കൊണ്ട് തന്നെ ബാത്ത് ചെയ്യിപ്പിക്കാലോ. സോപ്പൊക്കെ അവരോട് പറയാം, ഇങ്ങനെ തേക്ക്, ഇങ്ങനെ ചെയ്യും. നമ്മുടെ അഡൾട്ട് സൂപ്പർവിഷൻ അവർ ചെയ്യുന്നുണ്ടോ നോക്കണം. കാരണം ഈ ബക്കറ്റിലൊക്കെ വെള്ളമൊക്കെ നിറച്ചു വെക്കുന്ന കാര്യത്തിനോട് ഇപ്പൊ ഭയങ്കര റിസ്ക് ആണ്, ആ പേടിയാണ്. അതുകൊണ്ടാണ് അപ്പൊ നമ്മളുടെ സൂപ്പർവിഷൻ അവരെ കൊണ്ട് ചെയ്യണം. രാവിലെ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് നമ്മൾ അവരെ ഒറ്റയ്ക്ക് കുളിപ്പിക്കണമെന്ന് പറയില്ല. ഇപ്പൊ 3 വയസ്സായ കുട്ടി, 4 വയസ്സായ കുട്ടിനോട് രാവിലെ ചെയ്യണ്ട, വൈകുന്നേരം വരത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ബാത്ത് ചെയ്യില്ലേ, ആ സമയത്ത് നമ്മൾ അവർക്ക് വെള്ളം വെച്ച് കൊടുത്തിട്ട് നമ്മൾ മാറി നിന്നിട്ട് നോക്കാം. അവരോട് പറഞ്ഞു കൊടുക്കുക, ഇന്ന പോലെയാണ്, ഇന്ന പോലെയാണെന്ന്. അത് അവർ ചെയ്തോളും. എന്റെ ഒരു കാര്യം ഞാൻ പറയാം. മോള് യൂണിഫോമിൽ ബട്ടൺസ് ഉണ്ട്, ഇവിടെ 2 ബട്ടൺസ് ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് ഇല്ലാലോ? 2 ബട്ടൺസ് ഉണ്ട്. അപ്പോ യൂണിഫോം ബട്ടൺസ് ഇടാൻ വേണ്ടിട്ട് അച്ഛൻ്റെ അടുത്ത് പോവുള്ളു. രാവിലെ ഞാൻ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് റെഡി ആവുന്ന സമയത്ത് ഈ 2 ബട്ടൺസ് ഇടാൻ വേണ്ടി അച്ഛൻ്റെ അടുത്ത് പോകും. അച്ഛൻ എനിക്ക് ആളായിട്ട് വന്നിട്ട് ബട്ടൺസ് ഇട്ട് കൊടുക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാറ്റർഡേ സമയം കിട്ടി, കുറച്ച് ടൈം കൂടുതൽ കിട്ടി. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ബട്ടറിങ് ഫ്രെയിം ഉണ്ടല്ലോ നമ്മളുടെ, ചെയ്തിട്ടുണ്ടോ നിങ്ങളെ കൊണ്ട്? ആ ബട്ടറിങ് ഫ്രെയിം ചെയ്യാൻ വേണ്ടി ഞാൻ നല്ല പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ക്രാഫ്റ്റിന്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ട്. സോ അതും പിന്നെ ക്ലോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ നൈസ് ആയിട്ട് ഞാൻ അപ്പൊ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് ബട്ടറിങ് ഫ്രെയിം അങ്ങനെ സെറ്റ് ചെയ്തിട്ട് അവൾക്ക് കൊടുത്തുട്ടാ. അവൾക്ക് കൊടുത്തിട്ട് അവളോട് ചെയ്ത് നോക്കാൻ പറഞ്ഞു. ആൾ കുറെ നേരം ചെയ്ത് രാത്രിക്ക് ചെയ്യുന്നുണ്ട്, ഇടയ്ക്കിടക്ക് ചെയ്യും. അതുകൊണ്ടൊന്നും വീണ്ടും സൺഡേ ആയിരുന്നു അത് ഫുൾ ഇടയ്ക്കൊക്കെ ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ അവള് ബട്ടൺസ് ഇടണമല്ലോ, ബട്ടൺസ് ഇടുന്ന സമയത്ത് അവള് വന്നിട്ട് കാണിച്ചു തന്നു, അമ്മ ഞാൻ ബട്ടൺസ് ഇട്ടു. പ്രോപ്പർ ആയിട്ട് അവള് ബട്ടൺസ് കറക്റ്റ് ആയിട്ട് ഇട്ടു. ഞാൻ പറഞ്ഞു, കണ്ടോ ഞാൻ ആ ഫ്രെയിം ഉണ്ടാക്കിയപ്പോ നിനക്ക് ഇതിന്റെ കേടാണെന്ന് ചോദിച്ച ഒരാളാണ് എന്റെ ഹസ്ബൻഡ്. വേറെ പണിയൊന്നും ഇല്ലേ വീട്ടില്, അതുകൊണ്ടാണോ? ഞാൻ പറഞ്ഞു ഇതിനു വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. ആ ഒരു റിസൾട്ട് കിട്ടി, നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടി, നമുക്കത് മതി അല്ലേ?
അവൾ ആ ഒരു ബട്ടൺസ് കറക്റ്റ് ആയിട്ട് ഇട്ടു എന്നുള്ളത് അവൾ ഇൻഡിപെൻഡന്റ് ആവുന്നതിന്റെ ലക്ഷണമല്ലേ. എനിക്ക് ഭയങ്കര സന്തോഷമായി. അതും നമ്മുടെ മെറ്റീരിയൽ ആയതുകൊണ്ട് പ്രത്യേകം ഇഷ്ടമായി. ഞാൻ പറഞ്ഞു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിരുന്നത്. അവൾ ഇപ്പോഴും ബട്ടൺസ് ഇപ്പം കറക്റ്റ് ഇടും. അധികം നാളായിട്ടില്ല കേട്ടോ, കുറച്ച് ദിവസമായിട്ടുള്ളൂ. കുറച്ച് നാൾക്ക് മുമ്പ് ഒരു 2 മാസം 2 months ഒക്കെ ആയിട്ടുള്ളൂ ഞാൻ ചെയ്തത്. അപ്പൊ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ ഈ കുട്ടി ഏത് കാര്യത്തിലാണ് ഇൻഡിപെൻഡന്റ് ആവേണ്ടതെന്ന് ചിന്തിക്കുക. അത് നമുക്ക് എങ്ങനെ അവരെ ഈസി ആയിട്ട് ഇൻഡിപെൻഡന്റ് ആക്കാൻ പറ്റും എന്നുള്ളത് നോക്കണം. പിന്നെ ഞാനും മോള് കൂടി ഗാർഡനിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓരോന്നും ജസ്റ്റ് ഓരോ എന്താ പറയാ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക, കുട്ടികൾക്കൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനും അതേപോലെ അവരെ കൂടി നമ്മൾ നേച്ചറിനോട് അടുപ്പിക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ആണ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ്. വായിച്ചു നോക്കിയോ നിങ്ങള്? ലവ് ആൻഡ് സെക്യൂരിറ്റി ഇൻഡിപെൻഡൻസ് വായിച്ചു നോക്കിയോ? ഇല്ല, ഒന്ന് വായിച്ചു നോക്ക്. ജസ്റ്റ് റീഡ് ചെയ്താൽ മതി. റീഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. റീഡ് ചെയ്തോ? ഓക്കെ. ഇനി കുട്ടികളുടെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സിൽ അടുത്ത് വരുന്നതാണ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ്. വളർന്നു വരുന്ന ആ സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണോ? നിങ്ങൾ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് പഠിച്ചില്ലേ? പഠിച്ചില്ലേ? ഓർമ്മയില്ലേ? ഏകദേശം അത് തന്നെയാണ്. ഒരു കുട്ടി നല്ലൊരു കുട്ടിയായിട്ട് അവൻ വളർന്നു വരുന്നുണ്ടെങ്കിൽ അവനൊരു ഹെൽത്തി സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവന് നല്ല രീതിയിൽ ഇമോഷണൽ സ്റ്റെബിലിറ്റി സോഷ്യലൈസേഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് എന്താ ചെയ്യാൻ പറ്റുള്ളൂ, പോസിബിൾ ആകുള്ളൂ. ഓക്കെ. അപ്പൊ a healthy social and emotional environment is necessary for the smooth and healthy emotional development of the child. ഒരു കുട്ടിയുടെ ഹെൽത്തി ഡെവലപ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു എൻവയോൺമെന്റ് ആണ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ്. ഹെൽത്തി സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ്. ബട്ട് എ ചൈൽഡ് സീ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇറ്റ്സ് ഓൾസോ ഇമ്പോർട്ടന്റ്. കുട്ടി എന്ത് കാഴ്ചയാണ് കാണുന്നത് എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പറഞ്ഞ എന്താണ്, ഒരു കുട്ടി എന്ത് കാഴ്ചയാണ് കാണുന്നത് എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അവന്റെ ഫാമിലിയിൽ നല്ല സ്നേഹത്തോടു കൂടി കെയറിങ് ആയിട്ടുള്ള പാരന്റ്സിനെയാണ് അവൻ പടുത്ത് വളർത്തുന്നതെങ്കിൽ അവനും അതേപോലുള്ള ഒരു കുട്ടിയായിട്ട് മാറും അല്ലെ. പക്ഷെ അവൻ കാണുന്നതോ ദേഷ്യവും വാശിയും എപ്പോഴും തല്ല് പിടിക്കുന്ന ഒരു പാരന്റ്സ് ആണെങ്കിലോ അവന്റെ ഇമോഷൻ ഡെവലപ്മെന്റ് ഒക്കെ ആണെങ്കിലോ സോ അത് അവരെ കാര്യത്തിൽ എഫക്ട് ചെയ്യും. ഡ്രങ്ക്നെസ് മദ്യപാനം ഒക്കെ ഉള്ള ഫാമിലി ആണ്, അല്ലെങ്കിൽ quarrels at home,
ഫാമിലിയിൽ ഭയങ്കരമായിട്ട് ലഹരിയുടെ ഉപയോഗമുണ്ട്, അതേപോലെ ഭയങ്കര തർക്കങ്ങളുണ്ട്, റേഷ്യൽ ആൻഡ് ക്ലാസ് ഡിസ്റ്റിങ്ഷൻ, നമ്മൾ അവരെ നമ്മൾ കളറിന്റെ പേരിലോ ക്ലാസ് ആയിട്ടോ അവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ്, വയലൻസ് ഇൻ സൊസൈറ്റി, end in the feeling of frustration, rejection, fear and non-adjustment in children. ഇങ്ങനെയുള്ളൊരു സൊസൈറ്റിയിലാണ് അവൻ വളർന്നു വരുന്നതെങ്കിൽ അവന്റെ സോഷ്യൽ ഡെവലപ്മെന്റ് ഒക്കെ ആയിരിക്കും. And it often may even result in anti-social behavior in the children. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കുട്ടി വളർന്നു വരുന്നതെങ്കിൽ ആ കുട്ടിക്ക് ആന്റി സോഷ്യൽ ബിഹേവിയർ ആയിരിക്കും. നമുക്ക് ഒരു എന്താ പറയാ ഭയങ്കരമായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു സൊസൈറ്റിയിൽ നിന്നാണ് കുട്ടി വരുന്നതെങ്കിൽ അവരിലും ഈ ഒരു ക്യാരക്ടർ ഇൻബോൺ ആയിരിക്കും എന്ന് പറയും. അപ്പൊ നമ്മൾ കുട്ടികൾ എന്ത് കാണുന്നു എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഫാമിലിയിൽ എപ്പോഴും പാരന്റ്സ് നമ്മൾ നല്ല ഹാപ്പി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. കുട്ടികൾ കാണുന്ന സ്നേഹവും കെയറും അഫെക്ഷനും ഒക്കെയാണ് നമ്മൾ കുട്ടികൾക്ക് കാണുന്നത്. എന്നാലാണ് അവരിലും ആ ഒരു ഇതിനെ കുറിച്ചിട്ട് ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഇപ്പൊ നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പ് ഇന്ന് കുട്ടികളെ ഇപ്പൊ ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ ഫാമിലി റിലേഷൻഷിപ്പിനോട് താല്പര്യം കുറവാണ്. ഇപ്പൊ ഒരു 22 ഒക്കെ ലൈക് 25 ഒക്കെ ഏജുള്ള കൂടുതൽ സ്ത്രീകളും കല്യാണം കഴിക്കുന്നില്ല. മാരേജിനോട് അവർക്ക് ഓപ്പോസിറ്റ് ആണ്. അവരെന്താ കാരണം പറയുന്നേ? മാരേജ് ഒന്നും സക്സസ് അല്ല എന്നാ പറയുന്നത്. കാരണം അവർ ഒരുപാട് ഫെയിലിയേഴ്സ് കാണുന്നുണ്ട്. അവർക്ക് മാരേജ് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പൊ നമ്മൾ കേരളത്തിലുള്ള സ്ത്രീകൾ പോകുന്നത്. കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഫ്രീഡം പോകും, എന്റെ ഇഷ്ടങ്ങൾ അവർ സ്ത്രീയില്ല. കാരണം അങ്ങനെ അവർ ഒരുപാട് പേരെ കാണുന്നുണ്ട്. ഒരുപാട് നന്നായിട്ട് പഠിക്കുന്ന, നല്ല മാർക്കൊക്കെ വാങ്ങിച്ചിരിക്കുന്ന, ഒരു ജോലിക്ക് പോവാതെ വീട്ടിൽ വെറുതെ അടുക്കളയിൽ മാത്രം ഒതുക്കിപ്പെടുന്ന അവരുടെ ഫ്രണ്ട്സ് ഉണ്ടാവും. അവരെയൊക്കെ കാണുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എന്താ തോന്നുക, അയ്യോ ഞാൻ കല്യാണം കഴിച്ച അതേപോലെ ആകുമോ? അപ്പോ അത് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം അവർ കാണുകയാണെങ്കിൽ അത് അവരിലേക്ക് ഒരു ഇൻഫ്ലുവൻസ് വരുന്നുണ്ട് ഇല്ലേ? അത് നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടികൾ എന്താണ് കാണുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഹൈറാർക്കി ഓഫ് നീഡ്സിനെ കുറിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഹൈറാർക്കി ഓഫ് നീഡ്സിനെ കുറിച്ചിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? മാസ്ലോ നീഡ് ഓഫ് ഹൈറാർക്കി നമ്മൾ ഡിഗ്രിക്കൊക്കെ പഠിച്ചിട്ടുണ്ട്. ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ട്, പ്ലസ് ടു പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ പ്ലസ് ടു കൊമേഴ്സ് ആർക്ക് അറിയാൻ പറ്റും. മാസ്ലോ നീഡ് ഓഫ് ഹൈറാർക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടാവും. ചിൽഡ്രൻസിലാണ് പഠിക്കുന്നത്. ചിൽഡ്രൻസിലാണ് നമ്മളിപ്പോ നോക്കുന്നത്. എല്ലായിടത്തും ഉണ്ട് കേട്ടോ മാസ്ലോ നീഡ് ഓഫ് ഹൈറാർക്കി. ഇപ്പൊ ആ ഒരു മോട്ടിവേഷൻ തിയറി വളരെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു തിയറിയാണ് മാസ്ലോ നീഡ് ഓഫ് ഹൈറാർക്കി എന്ന് പറയുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? ഇത് എഴുതിയെടുത്തിട്ടുണ്ടോ നിങ്ങൾ ഈ ട്രയാങ്കിള്? ഇല്ല എഴുതിയെടുത്തിട്ടൊന്നുമില്ലല്ലോ. അപ്പോ നമ്മള് ടെസ്റ്റില് ഇവിടെ കുറച്ച് സ്പേസ് കാണുന്നുണ്ട്. കാണുന്നുണ്ടോ? ഈ ട്രയാങ്കിൾ ഒന്ന് എഴുതിയെടുക്കണം. ഓക്കെ, ഒന്നൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് എല്ലാവരും ഞാൻ അൺപിൻ ചെയ്യാം. കറക്റ്റ് ആയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. എല്ലാവരും നോട്ട് ചെയ്തോ? ഓക്കെ, അപ്പൊ നമ്മള് കുട്ടികളുടെ നീഡ്സ് എന്ന് പറയുന്നത് 5ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫിസിയോളജിക്കൽ നീഡ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്,
സോഷ്യൽ നീഡ്, എക്സ്ട്രീം നീഡ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഫിസിയോളജിക്കൽ നീഡിലാണ് ഹെൽത്ത്, മിസ്സേ, ഇത് ആ സൈഡിൽ എഴുതാൻ വേണ്ടിട്ടാണ് ഇത് ഫോട്ടോ എടുക്കാൻ പറഞ്ഞ. ആ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് എക്സാമ്പിൾസ് ഉണ്ട് ഇതിൽ, അതുകൊണ്ടാണ് അത് എടുക്കാൻ പറഞ്ഞത്. ഓക്കെ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോ ഫിസിയോളജിക്കൽ നീഡാണ് കേട്ടോ. ഫിസിയോളജിക്കൽ നീഡിൽ വരുന്നതാണ് ഫുഡ്, ഷെൽട്ടർ കാര്യങ്ങളൊക്കെ കേട്ടോ. ഫുഡ്, സ്ലീപ്പ്, ഷെൽട്ടർ. എക്സാമ്പിൾ അത് മാത്രം എടുത്താൽ മതി. ഫുഡ്, സ്ലീപ്പ്, ഷെൽട്ടർ ആണ് ഫിസിയോളജിക്കൽ നീഡിൽ വരുന്നത്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. കുട്ടികൾക്ക് സ്വയം പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അറിയോ? ഇല്ല. അപ്പൊ അഡൽട്ട് കെയർ ഗീവ്സ് ടു പ്രൊട്ടക്ട് ഫ്രം ഡേഞ്ചേഴ്സ്. നമ്മൾ കെയർ ഗിവേഴ്സ്, അഡൽട്സ്, മുതിർന്നവരാണ് കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. അപ്പോ നമ്മള് കുറച്ച് കാര്യങ്ങൾ സെക്യൂർഡ് ആയിട്ട് വേണം അവരെ ട്രീറ്റ് ചെയ്യാൻ. കാര്യം നമുക്കറിയാം അല്ലെ, ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് കുട്ടികൾ, നമുക്കറിയാം കുട്ടികൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഡേഞ്ചറസ് ആയിട്ടുള്ളത്. അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ ആർക്കാണ്? നമ്മള് പാരന്റ്സിന്, അഡൽട്സിനാണ്. കാറിന്റെ സീറ്റ് ബെൽറ്റിന്റെ കാര്യമായാലും കുറെ കാര്യങ്ങള് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. Plan if something happens to parents being above the poverty line, access to health care, free from abuse or neglect. കുഞ്ഞു കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ അറിയില്ല. അബ്യൂസ്, നെഗ്ലക്ട് ഒക്കെ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വയം അത് പ്രൊട്ടക്ട് ചെയ്യാൻ അറിയില്ല. സോ അത് നമ്മളാണ്, പാരന്റ്സ് ആണ് അത് കുട്ടികൾക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. സോഷ്യൽ നീഡ്സ് ആണ് അൺകണ്ടീഷണൽ ലവ്, loving interaction with caregivers, rooms to explore and play. കുട്ടികൾക്ക് സോഷ്യൽ നീഡ്സ്, അടുത്തൊരു നീഡാണ് സോഷ്യൽ നീഡ്. സൊസൈറ്റി, നീഡ് ഫോർ ബിലോങ്ങിങ്സ്, ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെയുള്ള നീഡാണ് ഇവിടെ വരുന്നത്, സോഷ്യൽ നീഡിൽ വരുന്നത്. നെക്സ്റ്റ് നീഡാണ് ഫീൽ ടു ബി കോമ്പീറ്റന്റ്, എക്സ്ട്രീം നീഡ്, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഇങ്ങനെയാണ് നമ്മളുടെ നീഡ്സിന്റെ ആ ഒരു തിയറി പോകുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നീഡ്സിന്റെ പോർഷൻ എടുക്കാം. ഓക്കെ, അപ്പൊ അത് ഒരു കണ്ടിന്യൂഷൻ നമുക്ക് കിട്ടുമല്ലോ, അതുകൊണ്ടാണ് ഇതൊന്ന് ജസ്റ്റ് ട്രയാങ്കിൾ വരുന്ന രീതിയിൽ വരയ്ക്കണം. നമ്മുടെ ഒരു ബോക്സ് പോലെ വരുന്നത്, അത് വേണ്ട ഒരു ട്രയാങ്കിൾ. ഫിസിയോളജിക്കൽ നീഡ്, സേഫ്റ്റി നീഡ്സ്, സോഷ്യൽ നീഡ്, എക്സ്ട്രീം നീഡ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ആ ഒരു ഓർഡർ ഒന്ന് വരച്ചു വയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. കുറച്ച് പോർഷൻ തീർക്കാനായിരുന്നു, അതുകൊണ്ടാണ് ക്ലാസ് വെച്ചത്. താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. എല്ലാവരും ക്ലാസ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു വെരി മച്ച് മാം.